ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ എന്തെങ്കിലും നോൺ വെജ് ഉണ്ടാക്കണം. ഹസ്ബൻഡിനൊക്കെ ലീവുള്ളൊരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടെന്ന് അതൊക്കെ ഞാൻ ഒതുക്കി പെറുക്കി എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചത്. ഓൾറെഡി ഞാൻ ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളി തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വാങ്ങിച്ചിട്ട് വരാനുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതിന് ശേഷമാണ് അതൊക്കെ ചതച്ചത് കേട്ടോ. കുറച്ച് ചിക്കൻ എടുത്തിട്ട് വറുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ചോറൊന്നും വെക്കുന്നില്ല, അപ്പോൾ പൊറോട്ട എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ട് വറുക്കാനുള്ളത് ഞാൻ മസാല ഒക്കെ തേച്ച് പിടിപ്പിക്കുകയാണ്. സാദാ മസാല കേട്ടോ. നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ കുറച്ച് ഗരം മസാലയും കൂടി ഇടുക. പിന്നെ പെരുംജീരകം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പെരുംജീരകം റഫായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, പൊടിയായിട്ടല്ല, അങ്ങനെ ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് നിങ്ങൾ എണ്ണ ചൂടാക്കുമ്പോൾ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ കുറച്ച് ചായക്കുള്ള വെള്ളം വെച്ചു. പിന്നെ ചിക്കൻ കറി റെഡിയാക്കാൻ, ചിക്കൻ കറി മുളകിടുക എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ചിക്കൻ കറി എപ്പോഴും ഇങ്ങനെ മുളകിട്ട് വെക്കുമ്പോൾ ഞങ്ങൾ ഉരുളക്കിഴങ്ങ് ഇടാറുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുള്ള ചിക്കൻ കറി ആണ് ഇവിടെ ഇഷ്ടം. അതുകൊണ്ട് കുറച്ച് ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുള്ള മുളക് കറിയാണ് ഞങ്ങൾ മോസ്റ്റ്ലി ഉണ്ടാക്കാറ്. അങ്ങനെയാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ ഇഷ്ടം. അങ്ങനെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കനുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ പിന്നെയാണ് അരിഞ്ഞ് സെറ്റാക്കി വെച്ചത്. അപ്പോൾ അതൊക്കെ മസാലയൊക്കെ ഇതായി വന്നതിന് ശേഷം ഞാൻ ചിക്കനും ഉരുളക്കിഴങ്ങും ഒരുമിച്ചാണ് ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലി ഇലയും വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി അടുപ്പത്ത് വെച്ച് കൊടുത്തു. പിന്നെ കുറച്ച് ചിക്കൻ വറുക്കാനും വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ വറുക്കാനും വെച്ചു. ഞാൻ ഇതിൽ ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. എന്നുവെച്ചാൽ എല്ലാവർക്കും അറിയുന്നില്ല, പ്രത്യേകമായിട്ട് നമ്മളെപ്പോഴും സാധാ വെക്കുന്ന പോലെ തന്നെ. അപ്പോൾ അവിടെ പാത്രങ്ങളൊക്കെ ക്ലീനാക്കണ്ടായിരുന്നു, അതൊക്കെ ക്ലീനാക്കി അപ്പം തന്നെ എടുത്ത് വെച്ചു. ഇല്ലെങ്കിൽ പിന്നെ പാത്രങ്ങൾ കൂടി വരുമ്പോൾ കാണുമ്പോൾ തന്നെ ഭ്രാന്താവും. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഉള്ളത് അപ്പം തന്നെ ഞാനെല്ലാം സെറ്റാക്കി വെച്ചു. അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ ഒരു സൈഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അപ്പുറത്തെ സൈഡും കൂടി ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്തിട്ട്, ഞാൻ അങ്ങനെ ഫുള്ള് എണ്ണയിലും അങ്ങനെ മുക്കി പൊരിക്കാറൊന്നുമില്ല കേട്ടോ. ചിക്കൻ വറുക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് വറുക്കാറ്. കുറച്ച് എണ്ണയിൽ ഒരു ഭാഗം വേവിച്ച് പിന്നെ അടുത്ത ഭാഗം കൂടി വേവിക്കും. അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്, എല്ലാം സെറ്റായി. കുറച്ച് കുക്കുംബറും കൂടി നമ്മൾ അരിഞ്ഞു വെച്ചു കേട്ടോ. പിന്നെ പൊറോട്ട മേടിക്കുകയാണ് ചെയ്തത് പുറത്തുനിന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും